11th സ്റ്റാൻഡേർഡിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺസ്. ആ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. മാർക്കോണിക്കോഫ്സ് റൂൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയാൻ അറിഞ്ഞിരിക്കണം. ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അറ്റം ഗോസ് ടു ദോസ് കാർബൺ വിച്ച് കണ്ടെയ്ൻ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. കാരണം എന്താണെന്നറിയോ, കൺവേർഷനിൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂൾ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. അതൊന്ന് ശ്രദ്ധിച്ചോണം. അടുത്തത് വുഡ്സ് റിയാക്ഷനും ഡീകാർബോക്സിലേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരിട്ട് അവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കൺവേർഷനും ചോദിക്കാം. കൺവേർഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാർബൺ ഉള്ളത് 2 കാർബൺ ആവുകയാണെങ്കിൽ അത് വുഡ്സ്, അല്ലെങ്കിൽ 2 എണ്ണം 4 കാർബൺ ആവുകയാണെങ്കിൽ അത് വുഡ്സ് റിയാക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത റിയാക്റ്റൻറ്റിനകത്തെക്കാളും ഒരു കാർബൺ കുറവായിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നതെങ്കിൽ ഡീകാർബോക്സിലേഷൻ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കിക്കോണം. പിന്നെ ഒരു കോമ്പൗണ്ട്, ഒരു റിംഗ് കോമ്പൗണ്ട് തന്നിട്ട് ഇത് അരോമാറ്റിക് ആണോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ഹക്കൽസ് റൂളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ സാധാരണ നോമൻ ഡയറക്റ്റായിട്ടൊരു കോമ്പൗണ്ട് തന്നിട്ട് പേര് എഴുതാൻ പറയും, അല്ലെങ്കിൽ അതിൻ്റെ ബോണ്ട് ലൈൻ ഫോമിൽ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പുള്ള ഒരു ഗ്രൂപ്പ് തന്നിട്ട് അതിൻ്റെ ഐസോമർസ് എഴുതാൻ പറയും. ചെയിൻ ഐസോമർസും പൊസിഷൻ ഐസോമർസും പഠിക്കാൻ നിങ്ങൾ. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ അസൈലേഷൻ. നേരിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ബെൻസീൻ നിന്നിട്ട് ഹൗ വിൽ യു കൺവേർട്ട് ഇറ്റ് ടു ടോൾവി എന്ന് ചോദിക്കാം. പിന്നെ അതിനകത്ത് കുഞ്ഞ് 2 റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒന്ന് ആരോമാറ്റൈസേഷൻ ആണ്, അതായത് നമ്മുടെ ഈഥൈൻ ബെൻസീൻ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കമ്പൽഷൻ. കമ്പൽഷനിലുണ്ടല്ലോ ബാലൻസിങ് ഒരു വട്ടം നീറ്റിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന് നോക്കി. ഒരു ഫീനോൾ തന്നിട്ട് വൈ ദേ ആർ അണ്ടർഗോയിങ് ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഓർത്തോ പാര ഡയറക്ഷൻ, അതും ചോദിക്കാം. താങ്ക് യു.